ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനൊരു ആധികാരികമായ വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ, ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി. പക്ഷെ ഒരുപാട് വേറെയും ക്യാമ്പസുകളുണ്ട്. താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി ആയിക്കോട്ടെ, പീഡിയാട്രിക്സ് ആയിക്കോട്ടെ, സമർക്കന്ത് ആയിക്കോട്ടെ, ബുഹാർ ആയിക്കോട്ടെ, ഇങ്ങനെ നല്ല ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ഇവൻ ദോ ഉസ്ബെക്കിൽ എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാവരും കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത്. കാരണം ഉസ്ബെക്കിന്റെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി. ഒബ്വിയസ്ലി താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വളരെയധികം ആഗ്രഹമുള്ള ഒരു ക്യാമ്പസ് ആണ്. എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാമ്പസും കൂടിയാണ്. അപ്പം ഇതിൽ എനിക്ക് പ്രധാനപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ഏജൻസികൾ കുട്ടികളെ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതായത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഷിർച്ചിക്ക് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ബ്രാഞ്ചുകളിലേക്ക് കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ കുട്ടികൾ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മളിപ്പം ഇവിടുത്തെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഫീസിന്റെ 50% നമ്മൾ അടച്ചതിന് ശേഷമാണ് നമ്മളുടെ വിസ പ്രൊസീജിയറിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ യൂണിവേഴ്സിറ്റി മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്ത് അതിനുശേഷം മാത്രം നമ്മൾ കംപ്ലീറ്റ്ലി കൺഫേം ആകുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഇന്റർവ്യൂ ഇല്ലാതെ അഡ്മിഷൻ എടുത്തു തരാന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യാജ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് രക്ഷിതാക്കൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം. കാരണം യൂണിവേഴ്സിറ്റിയിൽ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിൽ ഇന്റർവ്യൂ ഇല്ലാതെ അഡ്മിഷൻ കിട്ടുകയില്ല. അത് ഫസ്റ്റ് പ്രിഫറൻസ്, ഫസ്റ്റ് ചോയ്സ് അതാണ്. അത് ഇന്റർവ്യൂ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല. സെക്കൻഡ് തിങ്, അങ്ങനെ ആരെങ്കിലും ഇന്റർവ്യൂ ഇല്ലാതെ അഡ്മിഷൻ എടുത്തു തരുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേക്ക് അഡ്മിഷൻ ലെറ്റേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ എക്സാം ഒക്കെ വെച്ചിട്ട് ഫേക്ക് അഡ്മിഷൻ ലെറ്റേഴ്സ് അടിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവരിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിക്കുന്നു. അത്തരം സാഹചര്യങ്ങളും നടക്കാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് അതിലൊരു QR കോഡ് ഉണ്ടാകും, അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫീസ് ഒരിക്കലും യൂണിവേഴ്സിറ്റി അക്കൗണ്ടുകളല്ലാതെ വേറെ ഒരു തേർഡ് പാർട്ടിക്ക് ഒരിക്കലും ഫീസ് അടക്കാൻ പാടില്ല. യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്ക് മാത്രമേ ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നാലാമത്തെ ഒരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വിസ, സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത് സ്റ്റുഡൻറ് വിസയാണ്, അല്ലാതെ ടൂറിസ്റ്റ് വിസയല്ല. ഒരുപാട് കുട്ടികൾ ഇവിടെ ഈ കഴിഞ്ഞ ഇൻടേക്കുകളിലായിട്ട് പെട്ടു പോയിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവരിക, ബോർഡർ ക്രോസ് ചെയ്യിപ്പിക്കുക. നമ്മളൊരു കമ്പനി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഏജൻസി ചൂസ് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ കൺസേൺഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഏത് വിസയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, പിന്നെ കുട്ടീൻ്റെ അഡ്മിഷൻ പ്രോപ്പർ ആണോ എന്നുള്ളത്. അത് ഞാൻ പ്രധാനമായി പറയാൻ കാരണം, മുൻ ഇൻടേക്കുകളിൽ അങ്ങനെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പം നിങ്ങൾ അവരെ ട്രാക്ക് ഹിസ്റ്ററി എന്താണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം. അവർ മുൻ വർഷങ്ങളിൽ കൊണ്ടുപോയ കുട്ടികളെ ടൂറിസ്റ്റ് വിസയിലാണോ കൊണ്ടുപോയിട്ടുള്ളത്, എന്നിട്ട് അവിടുന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹോസ്റ്റൽ ഏതാണ് കൊടുക്കുന്നത്, പ്രൈവറ്റ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് 4-5 കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്റ്റലുകളാണോ കൊടുക്കുന്നത്. അല്ലാതെ നമ്മളെ കൺസേൺ എപ്പോഴും നമ്മുടെ മക്കളുടെ അക്കാഡമിക്സിലും അവരുടെ സേഫ്റ്റി കൺസേൺസിലൊക്കെ ആയിരിക്കണം. അല്ലാതെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് നെയ്പത്തിരി കിട്ടുമോ, ബീഫ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അത് മാത്രമല്ല, നമുക്ക് സെൽഫായിട്ട് ഇപ്പം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ സെൽഫായിട്ട് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവർക്കത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പിന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു 5 to 10 minutes വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അല്ലാതെ 4-5 കിലോമീറ്റർ താണ്ടി അല്ലെങ്കിൽ വേറെ ബസ്സൊക്കെ കയറി പോകേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന 5 പോയിന്റുകൾ, നിങ്ങൾ ഈ പോകുന്ന ഏജൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അവർ മുൻ വർഷങ്ങളിൽ എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടുണ്ട്, അവരെ കുട്ടികൾ ഏത് വിസയിലാണ് പോയത്, അവരെ കുട്ടികൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സെപ്റ്റംബർ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് ഫെബ്രുവരി ബാച്ചിലേക്ക് കൊണ്ടുവന്ന കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ വ്യക്തമായി അന്വേഷിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. കാരണം പരസ്യങ്ങളിൽ വീണു പോകാതിരിക്കുക. കാരണം പരസ്യങ്ങളിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അച്ചീവ് ചെയ്തു, ഇങ്ങനെ നമുക്ക് പുറമേ കാണുന്നതല്ല. ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ വന്ന് വെരിഫൈ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബന്ധപ്പെടാം. നമ്മളെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. ഒരിക്കലും നമ്മൾ നിർബന്ധിക്കില്ല നമ്മൾ ത്രൂ തന്നെ എടുക്കണമെന്ന്. നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ്, 2-3 കമ്പനീസ് ഉണ്ട് താഷ്കന്റിൽ തന്നെ. അല്ലാതെ ഫേക്ക് അഡ്മിഷൻ ലെറ്ററും പിന്നെ ഫീസൊക്കെ കയ്യിൽ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് വിസയിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് പറ്റിക്കപ്പെടുന്ന കമ്പനികളിൽ പോയി ചാടാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ കരിയറും പിന്നെ മാതാപിതാക്കൾക്ക് ടെൻഷനും മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം. നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങൾക്ക് ചോദിക്കാം. ഫ്രീ കൺസൾട്ടേഷൻ ആണ്. നിങ്ങൾക്ക് ഏത് ക്യാമ്പസിനെ കുറിച്ചിട്ടും ഏത് രാജ്യത്തിനെ കുറിച്ചിട്ടും ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും.
നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.